ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകളാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കാൻ പോണത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇതൊരു റെഡ് ടൈപ്പ് കളറാണ്, റെഡ് തന്നെ. ഇതിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുഖത്തേക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് എവിടേക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ മാരേജ് ഒക്കെ ഇടുമ്പോൾ കൂടുതലും ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇടാൻ നോക്കാറുണ്ട്. നമുക്കൊരു ലൈറ്റ് ഡ്രസ്സ് ആണെങ്കിലും ലിപ്സ്റ്റിക്ക് മാത്രം ഒരു റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ലൊരു ബ്രൈറ്റായി തോന്നാറുണ്ട്. ഇത് നൈക്കയുടെ കുഷ്യൻ ടൈപ്പുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്, പഫ് ടൈപ്പാണ്. ഇത് കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കാണ്. നല്ല ലാസ്റ്റിങ്ങും കൂടിയാണിത്. ഒരു സ്പോഞ്ച് ടൈപ്പ്, ഇതിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണിത്. ഇതൊരു റെഡ് ടൈപ്പാണ്. ഈ റെഡ് ഇടുമ്പോൾ തന്നെ എല്ലാവരും മിക്കവർക്കും പറ്റിയൊരു ഷെയ്ഡാണിത്. ഈ റെഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫങ്ഷൻ ടൈപ്പിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് പെട്ടെന്നൊരു പുറത്തേക്ക് പോവുകയാണ്, നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ല, ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതിച്ചെങ്കിൽ നല്ലൊരു ഷെയ്ഡാണിത്. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കും ഫേസിൽ. അടുത്ത ലിപ്സ്റ്റിക്ക് മറ്റേ കറൻ്റ്ലി ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഒരു ലിപ്സ്റ്റിക്കാണ്. ജെഫ്രി സ്റ്റാർ കോസ്മെറ്റിക്സിൻ്റെ ഷെയ്ഡ് വരുന്നത് അൺകോൺ ബ്ലഡ് എന്നാണ്. അൺകോൺ ബ്ലഡ് ഇത് നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ വിചാരിച്ച ഈ ലിപ്സ്റ്റിക്ക് നോക്കിയപ്പോൾ ആദ്യം എനിക്ക് ചേരില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് ഓൺലൈനായിട്ടല്ല, നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇത് നമ്മൾ നൈക്കയുടെ സ്റ്റോറിൽ പോയി നമ്മൾ ഷെയ്ഡ് ഇട്ട് നോക്കി മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ചേരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ഷെയ്ഡ്. ഇനി നമുക്കിത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത ലിപ്സ്റ്റിക്ക്, നമ്മുടെ രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇതൊരു ബ്രൗണും അല്ല എന്നാൽ മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഇപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഇങ്ങനത്തെ കളറൊന്നും ചേരില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ കറൻ്റ്ലി ഇപ്പോഴത്തെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ്. നൈക്കയുടെ ഗെയിം ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ, ന്യൂഡ് കളർ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഓക്കെയാണ്. നമ്മൾ ഫേസിൽ നല്ലൊരു ഹെവി മേക്കപ്പൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ലിപ്പ് ന്യൂഡാക്കാൻ വേണ്ടിയിട്ട് ഈ ലിപ്സ്റ്റിക്ക് നല്ലൊരു ഷെയ്ഡാണ്. ഇത് എല്ലാ ടോണുകാർക്കും, എല്ലാ സ്കിൻ ടോണുകാർക്കും പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതാണ്. ഇതിപ്പോൾ നൈക്കയുടെ ഗെയിം ഓൺ ഷെയ്ഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്.
ഇത് കുറച്ച് ക്രീമി ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. അത് കാരണം തന്നെ എൻ്റെ ഭയങ്കര ഡ്രൈ ആണ് ലിപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ ലിപ് ബാം ഇടാണ്ടാണ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റ് അങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ ലിക്വിഡ് ടൈപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് വീണ്ടും ഭയങ്കര ഡ്രൈ ആവും. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് കുഴപ്പമില്ല. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമുക്കൊരു ലിപ് ബാം ഇട്ട ഒരു എഫക്റ്റും കൂടി കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണിത്. അടുത്ത ലിപ്സ്റ്റിക്ക് എൻ്റെ ഇതുവരെയുള്ള ലിപ്സ്റ്റിക്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് റോക്ക് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 52 സാറ്റിൻ കൊറൈൽ അക്വ. ഇതൊരു ഇടിവിട്ട് റെഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ റെഡ് ആയാലൊന്നും കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇടാറുള്ള ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോയ്സ്ചറൈസിങ് ഇട്ട പോലെയാണ്. ലിപ് ബാമിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളിപ്പോൾ നൈക്കയുടെ ഗെയിം ഓൺ പറഞ്ഞില്ലേ, അതിൻ്റെ ഇരട്ടി ലിപ് ബാമുള്ളൊരു ടൈപ്പ് ഇതാണ്. എനിക്ക് ഇങ്ങനത്തെ ക്രീമി ടൈപ്പ് ലിപ്സ്റ്റിക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോസി ഒക്കെ ഇട്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു എഫക്റ്റാണ് തോന്നുക. കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഷെയ്ഡ് ഏതാണെന്ന് എന്നോട് പറയണം. ഞാൻ എല്ലാത്തിൻ്റെയും ലിപ്സ്റ്റിക് ഷെയ്ഡുകളുടെയും ഷെയ്ഡ് നമ്പറും അതുപോലെ ബ്രാൻഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷുഗറിൻ്റെ ഹിഡൻ മജന്ത എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പറാണ്. ഇതൊരു മജന്ത കളർ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഒരു പിങ്കിലേക്കും പോയി സത്യം പറഞ്ഞാൽ മജന്ത കളർ തന്നെയാണ്. നമ്മളിത് കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് തോന്നുക. ഒരു ഡബിൾ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മജന്ത കളർ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഷുഗറിൻ്റെ ഹിഡൻ മജന്തയാണ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാം. ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു പിങ്ക് മജന്ത അങ്ങനത്തെ ഒരു ഷെയ്ഡ് തരുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ക്രീമി ടൈപ്പ് തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. നമ്മുടെ നൈക്കയുടെ ഓൺലൈൻ ആപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇത് ഞാൻ പഠിക്കുമ്പോൾ തൊട്ട് VLCCയിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡാണ് എൻ്റെ. അപ്പോൾ അന്നൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതൊക്കെ. അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് നെക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് പറയാൻ പോണത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു പൗഡർ പഫാണ്. പഫ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് ഇതിൽ വരുന്നത്. നമ്മളിങ്ങനെ അമർത്തി കൊടുത്തതൊന്നും ഇങ്ങനെ വരും. സ്പഞ്ച് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് നോക്കാം. ഇതൊരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂഡായിട്ട് നമുക്കിപ്പോൾ ന്യൂഡ് ലിപ്പ് വേണമെന്ന് വിചാരിക്കണവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഇട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ലിപ്സ്റ്റിക്ക് വരും. നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറാണിത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലോസ് ഇട്ട ടൈപ്പ് അങ്ങനത്തെ ഒരു ഇത് വരും നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. നമുക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും പോണ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കളക്ഷൻസ് വീഡിയോസ് കഴിഞ്ഞു. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കും ഞാൻ ഡെയിലി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പുതിയതാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.